ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ RRB NTPC റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ബ്രേക്ക് ഡൗൺ, അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടെ നിന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നിങ്ങൾക്കറിയാം, ഏത് സോണാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു സോണിന്റെ പ്രിഫറൻസ്, അതുപോലെ തന്നെ എക്സാം സെന്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ ഗ്രാജുവേറ്റിന്റെയും അണ്ടർ ഗ്രാജുവേറ്റിന്റെയും, ഇപ്പോൾ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ജസ്റ്റ് +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 നോട്ടിഫിക്കേഷനെ കുറിച്ചൊരു ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ജസ്റ്റ് +2 മാത്രം മതി അപ്ലൈ ചെയ്യാൻ വേണ്ടി, മറ്റേത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇനി അണ്ടർ ഗ്രാജുവേറ്റിന് 3445 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്, ഗ്രാജുവേറ്റിന് 8113 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് വരെയാണ് സാധാരണ വരുന്നത്. പക്ഷേ ഈ വർഷം നമുക്ക് 33 ഇയേഴ്സ് വരെ തന്നിട്ടുണ്ട്, കോവിഡ് കാരണമുള്ള റിലാക്സേഷൻ കാരണം. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ എല്ലാ കാറ്റഗറിക്കും ഇൻക്ലൂഡിങ് ജനറൽ കാറ്റഗറി കൂടി വരുന്നുണ്ട്. സോ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ട്ലി 33 ഇയേഴ്സ് വരെയാണ് എന്ന് ഈ വർഷം നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിന് 33 ആണെങ്കിൽ, ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ സാധാരണ 33 ആണ്. പക്ഷേ ഈ വർഷം 3 ഇയർ റിലാക്സേഷൻ അവിടെ കൂടി വരുമ്പോഴത്തേക്കും 36 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ ആ ഒരു അതിൻ്റെ അണ്ടറിൽ വരുന്ന വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പോസ്റ്റിന്റെ ലെവൽ പറയുകയാണെങ്കിൽ നമുക്ക് ലെവൽ 2 ആൻഡ് ലെവൽ 3 പോസ്റ്റുകളാണ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ലെവൽ 4, 5, 6 ആണ് വരുന്നത്. നമുക്കിപ്പം വിളിച്ചിരിക്കുന്നത് 5ഉം 6ഉം ലെവലിലെ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇതിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അതിന്റെ അണ്ടറിൽ വരുന്ന വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 20 ആണ്. അതുപോലെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേനും അത് ഒക്ടോബർ 13 ആണ്. അതാണ് ആദ്യമേ നോട്ടിഫിക്കേഷൻ വന്നത്, ഗ്രാജുവേറ്റ് ലെവൽ. സോ അതാണ് ആദ്യമേ ഡേറ്റ് ക്ലോസ് ആവാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇനി വളരെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല. ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൈറ്റിൽ ഇഷ്യൂസ് വരാനും, നമുക്കത് ചിലപ്പോൾ ഓപ്പൺ ആയില്ലെന്ന് വരാനും ഒക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല. എത്രയും വേഗം തന്നെ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള ആണെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അപ്ലൈ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക, പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഏതൊക്കെ പോസ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പോസ്റ്റുകൾ ജസ്റ്റ് അവിടെ തന്നെ കാണാവുന്നതാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിട്ട് അതിലേക്ക് ഒരുപാട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് വീഡിയോസിൽ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഒട്ടും ലാഗ് വരാതെ അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ 5 പോസ്റ്റുകളാണ് വരുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഈ വർഷം വിളിച്ചിരിക്കുന്നത് 4 പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ആ ഒരു കട്ടൗട്ടാണ് നിങ്ങൾ ആ കാണുന്നത്. നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ആദ്യം തന്നെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വിളിച്ചിട്ട് ഇപ്പം കുറേ ദിവസമായി. നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഓൾമോസ്റ്റ് ഒരു 13 സെപ്റ്റംബറിലാണ് വന്നത്. നമുക്ക് 14 സെപ്റ്റംബർ തൊട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ആൻഡ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 13 ഒക്ടോബർ വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുവാണെങ്കിൽ, ലൈക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുവാണെങ്കിൽ അതിന് കറക്ഷന് വേണ്ടി ഒരു വിൻഡോ കൂടി ഓപ്പൺ ആവും. നമ്മുടെ 16 ഒക്ടോബർ തൊട്ട് 25 ഒക്ടോബർ വരെ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ് ഒരു 3 ഡേയ്സ് കഴിഞ്ഞ് പിന്നെ ഒരു 9 ഡേയ്സ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പേയ്മെന്റ് അടച്ചുകൊണ്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിൻഡോ കൂടി ഓപ്പൺ ആവുന്നുണ്ട്. സോ അതും അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റുകൾ എന്തൊക്കെയാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്, ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു 5 പോസ്റ്റുകളാണ് വരുന്നത്. നിങ്ങൾ കാണാൻ പറ്റും ലെവൽ 5, ലെവൽ 6 കാറ്റഗറിയിലാണ് വരുന്നത്. ഏജ് ലിമിറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, എത്രയാണ് വരുന്നത് എന്നുള്ളത്. ആൻഡ് ദെൻ നമുക്ക് ആ ഒരു ഈ വർഷത്തെ ഏജ് ലിമിറ്റ് കാണാൻ പറ്റും. സാധാരണ ഉള്ള ഏജ് ലിമിറ്റിനെ കുറിച്ചും ഈ വർഷം നമുക്ക് തരുന്ന ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, 36 ഇയേഴ്സ് വരെയുള്ള. ആൻഡ് ഓരോ പോസ്റ്റിനുള്ള വേക്കൻസീസും അതുപോലെ തന്നെ ടോട്ടൽ വേക്കൻസീസും 8113 വേക്കൻസി എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും +2 മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന കേസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയത് 21
സെപ്റ്റംബർ ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20 ഒക്ടോബർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞ ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു 7 to 8 ഡേയ്സിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, പേയ്മെന്റ് അടച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിന് സെപ്പറേറ്റ് പേയ്മെന്റ് അടയ്ക്കണം. നമ്മൾ ഈ കറക്ഷന് വേണ്ടി എന്തെങ്കിലും നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് പേയ്മെന്റ് അടച്ചിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യമായിട്ട് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ RRBയിൽ ഈ ഒരു എക്സാം പോർട്ടലിൽ ആദ്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയം നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ബേസിക് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, അത് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇതാണ് നമ്മുടെ അതിൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളും ബാക്കി നമ്മുടെ ആ ഒരു ഏജ് ലിമിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും വേക്കൻസീസും അങ്ങനെയുള്ള കാര്യങ്ങളും. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പം വരുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ തന്നെ പിന്നെ ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 2 സെപ്പറേറ്റ് സോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ 2 ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കാറ്റഗറിക്ക് അത് ഒരേ സ്റ്റേറ്റിൽ തന്നെ അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ ഒരേ സോണിൽ തന്നെ അപ്ലൈ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒന്ന് ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ തന്നെ പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും. ഇത് രണ്ടും 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് രണ്ടും ഒരേ നോട്ടിഫിക്കേഷൻ അല്ല, 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ. രണ്ടും NTPC തന്നെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ്. ഈ രണ്ടിന്റെയും അണ്ടറിൽ നമുക്ക് വരുന്ന വേക്കൻസീസ് ഡിഫറെന്റ് സെപ്പറേറ്റ് ആണ്, എല്ലാം സെപ്പറേറ്റ് ആണ്, പോസ്റ്റുകൾ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് രണ്ടും ഒരേ സോണിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് രണ്ടും ഒരേ സോണിൽ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതല്ല, നിങ്ങൾക്ക് ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ രണ്ടും ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് ഒരെണ്ണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രിവാൻഡ്രം അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെന്നൈയോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള സ്റ്റേറ്റ്, മുംബൈ ഓർ വേറെ ഏതെങ്കിലും സോൺ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. നമുക്ക് അവിടെ 2 ഡിഫറെന്റ് സോൺസിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടും ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻസ് ആണ്. 2 നോട്ടിഫിക്കേഷൻസ് ആണ്, നമുക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്ന് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഒരു സോൺ ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ട്രിവാൻഡ്രം ആണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെന്നൈയോ മുംബൈയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് 2 നോട്ടിഫിക്കേഷന് 2 ഡിഫറെന്റ് സോൺസിൽ നിന്ന് അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഇതാണ് ഒരു വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 2, ഏത് സോൺ കൊടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ അധികം കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഏത് സോൺ കൊടുക്കണം എന്നൊരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരാൾക്ക് പ്രോപ്പർലി ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്ക് അതിന്റെ വേക്കൻസീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഈ സോൺ നല്ലതാണ് അല്ലെങ്കിൽ ആ സോൺ നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഓരോ വർഷവും അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നിങ്ങൾക്കറിയാം, ലാസ്റ്റ് ഇയർ അപ്ലൈ വേക്കൻസീസും ഡിഫറെന്റ് ആയിരുന്നു. ലാസ്റ്റ് ടൈം 35,000 വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഈ വട്ടം ഇപ്പോൾ മൊത്തം ചേർത്ത് ഒരു 11-12,000 വേക്കൻസീസ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമുള്ളതിന്റെ ഒരു 1/3 വേക്കൻസിക്കേ വിളിച്ചിട്ടുള്ളൂ. ഇനി വേക്കൻസി കൂടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതുവരെ കൺഫേം അല്ല. ഓൾറെഡി നമ്മുടെ നേരത്തെ ALPയുടെയും ടെക്നീഷ്യൻ്റെ ഒക്കെ വേക്കൻസി കൂടിയ പോലെ തന്നെ മേ ബി NTPCയുടെയും കൂടാം. പക്ഷെ അത് നമുക്ക് കൂടിയതിന് ശേഷം അതിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേക്കൻസിയിൽ വ്യത്യാസമുണ്ട്. അതും ഓരോ സോണിലേക്ക് വരുമ്പോൾ വേക്കൻസിയിൽ പിന്നെയും വ്യത്യാസങ്ങളുണ്ട്. പോസ്റ്റുകൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിളിച്ച അത്രയും പോസ്റ്റുകൾ നമുക്ക് ഈ വർഷം വിളിച്ചിട്ടില്ല. നമുക്ക് അവിടെ പോസ്റ്റുകളിൽ നമുക്കവിടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം നമുക്കവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ കൗണ്ട് ലാസ്റ്റ് ഇയർ നമുക്ക് ലാസ്റ്റ് ടൈം വിളിച്ച സമയത്ത് നമുക്ക് അവിടെ വളരെ ഹ്യൂജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തത്. ഈ തവണയും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 4-5 വർഷമായിട്ട് തന്നെ ഈ വട്ടവും അപ്ലൈ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിന്റെ കൗണ്ടും വളരെ ഹ്യൂജ് ആയിരിക്കും. പക്ഷെ അത് ഡെഫിനറ്റ്ലി സോൺ ടു സോൺ ഡെഫിനറ്റ്ലി മാറും. ഇനി പലരും പല പല കാര്യങ്ങൾ വെച്ചാണ് ഓരോ സോൺസ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സോൺ സെലക്ഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മളുടെ മേലിലാണ്. നമ്മൾക്ക് ഏത് സോണാണ് കംഫർട്ടബിൾ നമ്മൾ ആ സോൺ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ചിലവർക്ക് വേക്കൻസി നോക്കിയിട്ടായിരിക്കും ചിലർ സെലക്ട് ചെയ്യുന്നത്. ചിലവർക്ക് മേ ബി ആ ഒരു എന്താ പറയുക, ലിവിങ് കണ്ടീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ചിലവർ ഇതിന് മുമ്പ് നടന്ന സമയത്ത് അന്നത്തെ കട്ട് ഓഫ് നോക്കിയിട്ടായിരിക്കും ചിലർ സോൺ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഓരോരുത്തരും സോൺ സെലക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏത് ഫാക്ടേഴ്സിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സോൺ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് 2 ഡിഫറെൻറ്റ് സോൺസ് കൊടുക്കുക എന്നുള്ളത് ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വളരെ നല്ല ഒരു ഐഡിയ കൂടിയാണ്.
രണ്ട് സെപ്പറേറ്റ് എക്സാംസിൽ രണ്ട് സെപ്പറേറ്റ് സോൺ, ഇപ്പം ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന് രണ്ട് സെപ്പറേറ്റ് സോണിൽ നിന്ന് അപ്ലൈ ചെയ്യുക, ഒരേ സോണിൽ നിന്ന് അപ്ലൈ ചെയ്യാതെ രണ്ട് സെപ്പറേറ്റ് സോണിൽ നിന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ നല്ല ഒരു ഐഡിയ ആണ്. പക്ഷേ അഗൈൻ അത് നമ്മളുടെ മേലിലാണ്, നമ്മളാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത് നമുക്കത് ഓക്കെ ആണോ എന്നുള്ളത്. ഇനി നമുക്ക് ഈ പറഞ്ഞ സോൺ സെലക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം സോൺ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും കൺസിഡർ ചെയ്യുന്നത് ലൈക്ക് ലിവിങ് കണ്ടീഷൻസും അതുപോലെ തന്നെ കട്ട് ഓഫ് എന്നുള്ളതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം അവിടുത്തെ കറണ്ട് വേക്കൻസി അല്ലെങ്കിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി എത്ര ആണ് എന്നുള്ളത് നോക്കിയിട്ടാണ് മിക്കവാറും പേരും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസി ആംഗിളിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ആദ്യം തന്നെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി നിങ്ങൾക്കറിയാം 8113 വേക്കൻസി വരുന്നത് ഗ്രാജുവേറ്റ് ലെവലിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഓരോ സ്റ്റേറ്റിന്റെയും ഓരോ സോണിന്റെയും വേക്കൻസീസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഏറ്റവും കൂടുതലുള്ള വേക്കൻസിയിൽ നിന്ന് ഏറ്റവും കുറവുള്ള വേക്കൻസിയിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസീസ് വെച്ച് നിങ്ങൾക്ക് ആ സോൺസ് മനസ്സിലാക്കാൻ പറ്റും, ഏത് സോണിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്, ഏത് സോണിലാണ് ഏറ്റവും കുറവ് വേക്കൻസി ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും ടോപ്പ് വേക്കൻസി ഉള്ള ഒരു 5 തൊട്ട് 6 സോൺസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് RRB കൊൽക്കത്തയിലാണ്. നമുക്ക് 1382 വേക്കൻസിയാണ് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ടോട്ടൽ വേക്കൻസിയുടെ 15 to 20% വേക്കൻസിയും കവർ ചെയ്യുന്ന അവിടെ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് മുംബൈ, ഭുവനേശ്വർ, ബിലാസ്പൂർ, അഹമ്മദാബാദ് ആൻഡ് ഗുവാഹട്ടി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. നമുക്ക് ചുമ്മാ ഒന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു നാലാമതുള്ള ബിലാസ്പൂരിനേക്കാളും ഇരട്ടി വേക്കൻസി ഉണ്ട് ആദ്യമുള്ള കൊൽക്കത്തയ്ക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഏറ്റവും ടോപ്പ് വേക്കൻസീസ് വരുന്ന സോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സോണിലേക്ക് വരുവാണെങ്കിൽ RRB തിരുവനന്തപുരം നമുക്ക് ആ ഒരു വേക്കൻസി കാണാൻ പറ്റും. 174 വേക്കൻസി മാത്രമേ നമുക്ക് ഇവിടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഇപ്പൊ കറന്റ്ലി വിളിച്ചിരിക്കുന്ന വേക്കൻസിയിലും നമുക്ക് അവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു വേക്കൻസി ഓൾറെഡി മെയിലുള്ള ഏറ്റവും കൂടുതലുള്ള വേക്കൻസിയും നമ്മുടെ തിരുവനന്തപുരത്തെ വേക്കൻസിയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്തുമാത്രം വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് പേര് കേരളത്തിൽ നിന്നുള്ളവർ ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് അതിന്റെ വേക്കൻസി കൂടി ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയും ബാംഗ്ലൂരും നോക്കിക്കഴിഞ്ഞാലും അവിടെ വേക്കൻസിയിൽ വലിയൊരു വേരിയേഷൻ ഇല്ല. നമുക്കൊരു 400 റേഞ്ചിലുള്ള വേക്കൻസീസ് ആണ് അവിടെ വരുന്നത്. ബാംഗ്ലൂരിലേക്ക് വരുമ്പോഴത്തേന് 496ഉം അതുപോലെ തന്നെ ചെന്നൈയിലേക്ക് വരുമ്പോൾ 436ഉം ആണ് വേക്കൻസീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബാംഗ്ലൂരും ചെന്നൈയുടെയും വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഏറ്റവും ടോപ്പ് വേക്കൻസി ഉള്ള ടോപ്പ് 5 സോൺസിന്റെ അടുത്ത് തന്നെ അതിന്റെയും വേക്കൻസീസ് വരുന്നുണ്ട്. അതിനേക്കാളും വളരെ ഒരു ചെറിയ ഡിഫറൻസ് അവിടെ വരുന്നുള്ളൂ എന്ന് നമുക്ക് പറയാം. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് നിങ്ങൾക്കറിയാം കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് ചെന്നൈയും ബാംഗ്ലൂരും ആണ് കൂടുതലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്നൈയും ബാംഗ്ലൂർ വിട്ട് വേറെ അടുത്തുള്ള ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ലൈക്ക് സെക്കന്ദരാബാദ് ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെയും സെക്കന്ദരാബാദിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 478 വേക്കൻസീസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേറെയും സോൺസ് ഉണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ലിവിങ് കണ്ടീഷൻസും അറ്റ് ദ സെയിം ടൈം പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് എല്ലാം കൂടി നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ആംഗിളിൽ പറയുവാണെങ്കിലും ഒരുപാട് പേര് ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കേരളത്തിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് പേരും ചെന്നൈ ബാംഗ്ലൂർ ആയിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വട്ടം ഒരുപാട് പേര് ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് പേര് ട്രിവാൻഡ്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ട്രിവാൻഡ്രത്തിന്റെ വേക്കൻസി കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ നമുക്ക് കുറവായിരിക്കത്തില്ല ഈ വർഷം. നമുക്ക് അത് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാൻ പറ്റും. നമുക്ക് ഉറപ്പായിട്ടും അതിന്റെ കട്ട് ഓഫ് എന്തായിരിക്കും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിരിക്കും. ഈ വർഷം ഒരുപാട് പേര് ആ ഒരു വേക്കൻസി എന്നുള്ള ഫാക്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് കേരളം തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം സോൺ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് കഴിഞ്ഞ വട്ടം വേക്കൻസി നമ്മുടെ കട്ട് ഓഫ് കുറവായിരുന്നു. അതുകൊണ്ട് ഈ വട്ടം ഇവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ ആ ഒരു ഫാക്ടർ മൈൻഡിൽ വെക്കുക. ഒരുപാട് പേര് ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി കട്ട് ഓഫ് കഴിഞ്ഞ വട്ടത്തെ കണക്കായിരിക്കത്തില്ല, കൂടുതലാവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസി അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ കട്ട് ഓഫ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ട് ലിവിങ് കണ്ടീഷൻസ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ഏത് സോൺ വേണം എന്നുള്ളത് നിങ്ങളുടെ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരു സോൺ നല്ലതാണ് എന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ഓരോരുത്തർക്കും പല ഫാക്ടേഴ്സും നോക്കിയിട്ടായിരിക്കും അവർ അത് അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളതും നമ്മുടെ ഈ പറഞ്ഞ സൗത്തിലേക്ക് വരുമ്പോഴത്തേന്ന് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന ചില സോൺസും ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ സോൺ. നിങ്ങൾക്ക് ഇനി അവിടെ നിന്ന് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എഗെയിൻ ഞാൻ അവിടുത്തെ ടോപ്പ് വേക്കൻസി ഉള്ള 5 സ്റ്റേറ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, 5 സോൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ വേക്കൻസി നിങ്ങൾക്കറിയാം 3445 ആണ് ഇപ്പൊ കറന്റ്ലി റിപ്പോർട്ടഡ് വേക്കൻസി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് മുംബൈ, കൊൽക്കത്ത,
പ്രയാഗ്രാജ്, ചണ്ഡീഗഡ് ആൻഡ് അഹമ്മദാബാദ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വേക്കൻസി എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വേക്കൻസിയുടെ ഓൾമോസ്റ്റ് പകുതി കൂടുതൽ വേക്കൻസീസ് ഈ 5 സോൺസിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സോൺസ് കൂടി എടുത്താൽ നമുക്ക് ടോട്ടൽ വേക്കൻസിയുടെ ലെസ് ദാൻ ഹാഫേ ഉള്ളൂ എന്ന് തന്നെ പറയാം നമുക്ക്. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെന്നൈയും തിരുവനന്തപുരം ബംഗളൂരും ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബംഗളൂരിലേക്ക് വരുമ്പോഴത്തേന് അണ്ടർ ഗ്രാജുവേറ്റ് കേസ് വരുമ്പോൾ നമുക്ക് അവിടെ വേക്കൻസി വളരെ കുറവാണ്. കമ്പയർ ടു നമ്മുടെ ട്രിവാൻഡ്രം അതിന്റെ പകുതിയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം ബംഗളൂരിലേക്ക് വരുമ്പോൾ. പക്ഷേ ചെന്നൈയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് വേക്കൻസി കുറച്ചുകൂടി കൂടുതലുണ്ട്. പക്ഷേ അതും ഒരുപാട് കൂടുതലൊന്നും അല്ല, നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോലല്ല. അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഒരു വലിയൊരു വേരിയേഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രം 112ഉം നമ്മുടെ ചെന്നൈ 194 വരുന്നുള്ളൂ. നമ്മൾ അവിടെ കണ്ടാണെങ്കിൽ 174ഉം 500ന്റെ അടുത്തും എന്നുള്ള ഒരു ഡിഫറൻസ് അല്ല വരുന്നത്. ഒരു ഓൾമോസ്റ്റ് 60-70യുടെ ഡിഫറൻസ് അവിടെ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവൽ ഒരു സോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ വേറൊരു സോൺ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്ന സോൺ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് സോൺ വേണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ സോൺ നല്ലതായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഉറപ്പിച്ച്. ബിക്കോസ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ കണക്കായിരിക്കത്തില്ല ഈ വർഷം, അല്ലെങ്കിൽ ഇതിന് മുമ്പ് നടന്ന വർഷം പോലല്ല ഈ വർഷം നടക്കാൻ പോകുന്നത്. ബിക്കോസ് ഒരുപാട് വേരിയേഷൻസ് വരും. നമുക്കവിടെ വേക്കൻസിയിൽ വ്യത്യാസമുണ്ട്, അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ വ്യത്യാസമുണ്ട്, നമുക്ക് ഈ പറയുന്ന പോസ്റ്റുകളുടെ എണ്ണത്തിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ചില സോണുകളിൽ ചില പോസ്റ്റുകൾ തന്നെ ഇല്ല, അപ്പോൾ ചില പോസ്റ്റുകൾക്ക് വേക്കൻസിയേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് ടൈം നടന്നത് വെച്ച് എക്സാക്ട് ഈ വട്ടവും നമുക്ക് ഇവിടെ കട്ട് ഓഫ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും എന്നുള്ള കേസസ് അതേപോലെ ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലും ഡെഫിനറ്റ്ലി വ്യത്യാസം ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഈവൻ അവിടെ വേക്കൻസി കുറവാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വേക്കൻസി കുറവാണ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു വേക്കൻസിയിൽ ഏറ്റവും നല്ലപോലെ, ലൈക്ക് നിങ്ങൾ ഏത് സോണിൽ നിന്ന് എഴുതി കഴിഞ്ഞാലും നിങ്ങൾ ആ സോണിൽ ക്ലിയർ ചെയ്യും എന്നുള്ള ലെവലിൽ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ നോക്കുക. ബിക്കോസ് നമുക്ക് ഇനിയും 6 മാസത്തോളം സമയമുണ്ട് എക്സാം നടക്കാൻ വേണ്ടി. എങ്ങനെയായാലും എക്സാം മാർച്ച് അല്ലെങ്കിൽ മാർച്ച് കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഓക്കെ 5 മാസം എന്തായാലും സമയമുണ്ട്. മാർച്ച് ഇനി എക്സാം തുടങ്ങി കഴിഞ്ഞാൽ എക്സാം പെട്ടെന്ന് തീരത്തില്ല. ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ മിനിമം ഒരു 2 to 3 months എങ്കിലും എടുക്കുക എക്സാംസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സമയം കിട്ടുന്നുണ്ട് പ്രിപ്പറേഷന് വേണ്ടി. സോ ഏത് സോണിൽ നിന്ന് എഴുതിയാലും എത്ര കുറവ് വേക്കൻസി ഉള്ളതാണെങ്കിലും നിങ്ങൾ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ആ ഒരു ചെറിയ വേക്കൻസിയിൽ അടക്കം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റണം. ഏത് സോണിൽ നിന്ന് എഴുതിയാലും നിങ്ങൾ ക്ലിയർ ചെയ്യും പറ്റും എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസിൽ ആ ഒരു ലെവലിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തു. ആൻഡ് അത് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് എക്സാം സെന്റർ. നിങ്ങൾക്കറിയാം നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സെന്റർ ഒന്നും ചോദിക്കുന്നില്ല, സോൺ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ നടന്ന സമയത്തും നമ്മുടെ എക്സാം സെന്റേഴ്സ് എങ്ങനെയാണ് നമുക്ക് അലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടിയർ 1 എക്സാമിന് അല്ലെങ്കിൽ CBT 1 എക്സാമിന് നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ അടുത്തുള്ള സ്ഥലമൊന്നും ആയിരിക്കത്തില്ല, കുറച്ച് ദൂരെയുള്ള സ്ഥലത്തായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ CBT 2 വരുമ്പോഴത്തേന് പലർക്കും അടുത്തുള്ള സിറ്റി ആവണമെന്ന് തന്നെ നിർബന്ധമില്ല, അടുത്തുള്ള സ്റ്റേറ്റും ആകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പം ട്രിവാൻഡ്രം സോണിൽ അപ്ലൈ ചെയ്ത ഒരുപാട് പേർക്ക് CBT 2 വന്ന സമയത്ത് ചെന്നൈയിലും അങ്ങനെയൊക്കെ ആയിരുന്നു എന്താ പറയുക സെന്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈവൻ നിങ്ങൾക്ക് ഈ കാണുന്ന പോയിന്റ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിരിക്കുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെന്റർ സിറ്റി അലൊക്കേഷൻ ഫോർ CBT വിൽ ഡിപ്പെൻഡ് അപ്പോൺ ടെക്നിക്കൽ ആൻഡ് logistical feasibility. Candidate may have to travel to other cities, states. നിങ്ങൾ കാണാൻ പറ്റും അവിടെ സ്റ്റേറ്റ് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ അടുത്തുള്ള സ്റ്റേറ്റിൽ അടക്കം പോയി എക്സാം എഴുതേണ്ടി വരും എന്നുള്ളത് ക്ലിയർലി മെൻഷൻഡ് ആണ്. ഫോർ അറ്റൻഡിങ് CBTs, റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് എക്സാം സെന്റർ ഷാൽ നോട്ട് ബി അലൗഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ സെന്റേഴ്സ് ചേഞ്ച് ചെയ്ത് തരാനും പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ വേറെ സ്റ്റേറ്റിൽ പോയി എക്സാം എഴുതേണ്ടിയും വരും. മോസ്റ്റ്ലി അത് നമുക്ക് സംഭവിക്കുന്നത് CBT 2 ഒക്കെ വരുമ്പോഴായിരിക്കും മെജോറിറ്റി പേർക്കും വേറെ സ്റ്റേറ്റിൽ പോയി എഴുതേണ്ടി വരുന്നത്. CBT 1ന്റെ സമയത്ത് മോസ്റ്റ്ലി മേ ബി അടുത്തായിരിക്കത്തില്ല, പക്ഷേ സെയിം സ്റ്റേറ്റിൽ തന്നെ നമുക്ക് സ്റ്റേറ്റിൽ തന്നെ പക്ഷേ ഒരു ദൂരമുള്ള സിറ്റീസിലായിരിക്കും നമുക്ക് എക്സാം സെന്റർ കിട്ടാൻ സാധ്യതയുള്ളത്. സോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടി മൈൻഡിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വേക്കൻസി എങ്ങനെയാണ് ആ ഒരു നമ്മുടെ എല്ലാ സോൺസ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏതാണ്, ഏറ്റവും കുറവ് ഏതാണ്, നമ്മുടെ ട്രിവാൻഡ്രം സോൺ എവിടെയാണ് നിൽക്കുന്നത്, ആൻഡ് ഈവൻ ചെന്നൈ ആൻഡ് ബംഗളൂരു എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നിങ്ങൾ എത്രയും വേഗം തന്നെ, ഇനി ഒട്ടും ലേറ്റ് ആകാൻ തന്നെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സൈഡിൽ നിന്ന്. നമ്മൾ ഒരുപാട് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, സൈറ്റിന്റെ ഇഷ്യൂസ് കാരണം.
സോ എത്രയും വേഗം തന്നെ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഒരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്തും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ലൈക്ക് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡൗട്ട്സോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഓർ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈവൻ തോ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിലും ഈവൻ കോളേജിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഓർ കറന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 5 to 6 months നമുക്ക് ഇനിയും സമയമുണ്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ഈ ഒരു 5 to 6 months നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ബിക്കോസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം എപ്പോഴാണ് കിട്ടുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം എൻ്റെ ലാസ്റ്റ് ടൈം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 2019 അതിനുശേഷം ഇപ്പോൾ 2024 വരുന്നത്, 5 വർഷത്തിന് ശേഷം. ഇനി ഇതിനു ശേഷം നമുക്ക് മേ ബി അടുത്ത വരുന്ന വർഷങ്ങളിൽ റെഗുലറായിട്ട് വിളിക്കാതിരിക്കാം. പക്ഷേ ഈ വർഷം കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. ബിക്കോസ് ഈ വർഷം കിട്ടിയ ഏജ് റിലാക്സേഷൻ അടുത്ത വർഷം കിട്ടത്തുമില്ല. ഈ വർഷം നമുക്ക് 3 years എക്സ്ട്രാ ഏജ് റിലാക്സേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് അടുത്ത വർഷം ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. സോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പ്രിപ്പറേഷനിൽ കൊടുക്കാൻ നോക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ചുള്ള ഇനിയും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.